ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ബാലനെയും അതുപോലെ മിത്രേനെയും മീനാക്ഷിനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ ബാലൻ്റെ മനസ്സ് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകല വന്നിരിക്കുന്നത് വേറൊരു ഉദ്ദേശവും കൊണ്ടല്ല, ഈ കുടുംബം തകർക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ബാലൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല. ബാലൻ പറയുന്നത് അവർ വലിയ വീട്ടുകാരാണ്, അവർക്ക് വെറുതെ ഇവിടെ വന്ന് കുടുംബം തകർക്കാൻ മാത്രം സമയമൊന്നും ഇല്ല, അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളല്ലേ പൊട്ടി, നിങ്ങൾ ഗോമതിയുടെ കൂടെ ഇപ്പോഴും നടന്നോ? അവളെ പോയിരിക്കുന്ന കൃഷ്ണമംഗലത്തേക്കാ. അവൾക്കറിയാം എനിക്ക് അവിടെ അവൾ പോകുന്നത് ഇഷ്ടമല്ല എന്ന്. എന്നിട്ട് പോലും ഇറക്കി വിട്ടപ്പം അവൾ നേരെ അങ്ങോട്ടേക്ക് പോയില്ലേ? അല്ല, ഞാൻ ഇറങ്ങിപ്പോകാൻ പറയുമ്പം അവൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു ഇടമുള്ളത് കൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. അഹങ്കാരി അഹങ്കാരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മിത്രേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മയൊട്ട് വരുന്നുമില്ല, പുറത്തോട്ട് ഇറങ്ങുന്നുമില്ല, അച്ഛൻ്റെ മനസ്സ് മാറുന്നില്ല, ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് നമ്മളാണല്ലോ പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊന്നും വേണ്ടായിരുന്നു. ആ ശശികലയും അതുപോലെ തന്നെ അയാളും ഇവിടുന്ന് പോകുമായിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നിരിക്കുകയല്ലേ അട്ടിപ്പേറ് കിടക്കാനായിട്ട്. ഞാൻ ഒരു കാര്യം ഓർക്കുക മീനാക്ഷി, ഞാൻ തന്നെ എന്നാൽ പോട്ടെ, ഞാൻ തന്നെ കൃഷ്ണമംഗലത്തിൽ പോയിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. കൊന്നു കഴിഞ്ഞാൽ അങ്ങ് കൊല്ലട്ടെ, അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ കാരണം എത്ര പേർക്കാണ് ഇപ്പം നാണക്കേട് ഉണ്ടായിരിക്കുന്നത്. നാണക്കേട് മാത്രമാണ്, എത്ര കുടുംബങ്ങളാണ് തകരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വയ്യ, ഞാൻ പോകാൻ പോകാന്ന് പറയുമ്പോൾ ഹേയ് നീ എടുത്തു ചാടി അങ്ങോട്ട് ചെല്ലുമൊന്നും വേണ്ട. അവിടെ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നീ ചെന്നിട്ട് നിൻ്റെ അപ്പച്ചൻ നിൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ വെറുതെ നാണം കെട്ട് പോരില്ലേ? മാത്രമല്ല ഇനിയിപ്പം നിന്നെ അങ്ങാണോ അവരവിടെ പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാകും. പിന്നെ എന്തിനാ കൂനുമേ കുരു വലിച്ചു വെക്കുന്നത്? നമുക്ക് നോക്കാം, എന്തെങ്കിലും പരിഹാരമായിട്ട് ചിലപ്പോൾ ആര്യനോ വരും. പിന്നെ ആകാശിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. ആകാശാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുറകെ നടക്കുക. അച്ഛനും അമ്മയാണെങ്കിലോ ആകാശിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ അച്ഛനെ അമ്മേനെ പറഞ്ഞാൽ മതിയല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ആകാശാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല മിത്ര എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോമതിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി വീണ്ടും വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അലോഹിൻ്റെ അമ്മ വന്ന് കുത്തിത്തിരിക്കാനായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ദേ നീ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടേലേ നിനക്കൊരു വിലയും കാണത്തില്ല. ബാലൻ ഇവിടെ വന്ന് നിന്നെ വിളിക്കണം ഗോമതി, എങ്കിലേ നിനക്ക് വില കാണത്തുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്യ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ കയറ്റിയില്ലെങ്കിൽ നീ നാണം കെട്ട് പോകൂലേ? മാത്രമല്ല നിന്റെ ആങ്ങളമാർ നിന്നെ ഈ ഒരു സമയത്ത് വിളിച്ച് വീട്ടിൽ കയറ്റാൻ കാണിച്ച അവരുടെ മനസ്സ് നീ ഒന്ന് മനസ്സിലാക്കണം. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, നിനക്ക് ഈ കൃഷ്ണമംഗലത്തും ഇടവില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എവിടെ പോയേനെ? അത് പിന്നെ അത് ഇല്ല, എൻ്റെ ബാലേട്ടൻ അങ്ങനെ എന്നെ ഇറക്കി വിടില്ല. ഇവിടെ നിങ്ങൾ കയറ്റുന്ന ബാലേട്ടനൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നെ ബാലേട്ടനെ ഇറക്കി വിട്ടത്. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ഇങ്ങോട്ടേക്കല്ലാതെ വേറെ എങ്ങോട്ടേക്കും പോകില്ലെന്ന് ബാലേട്ടൻ അറിയാം. ഓ, എന്നിട്ടും ബാലേട്ടൻ എടി നീ കണ്ടതല്ലേടി ആ ശ്രീകലയുടെ മുമ്പിൽ കിടന്ന് ബാലേട്ടൻ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അതിന് എന്താ ബാലേട്ടൻ ചെയ്തത്? ബാലേട്ടൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല പോലും. എടി ഭാര്യനെ പറഞ്ഞു വിട്ടിട്ട് അവിടെ വേറൊരു സ്ത്രീയുമായിട്ട് കൊഞ്ചിക്കൊടഞ്ഞുകൊണ്ട് നിൽക്കുന്നത് തെറ്റ് തന്നെയാണ്, ഞങ്ങളുടെ കണ്ണിലും തെറ്റ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ പറയുന്നത് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് എന്നോടുള്ള സ്നേഹമൊന്നും അല്ലെന്ന് എനിക്കറിയാം, ഇത് കുത്തിത്തിരിപ്പിന് വേണ്ടി തന്നെയാണ്. ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഏതായാലും അതുകൂടെ കണ്ടുപിടിച്ചിട്ടേ ഗോമതി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അല്ലാതെ ഗോമതി ഈ വീടിൻ്റെ പടി വിട്ട് ഇറങ്ങുന്നില്ല. എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് ഈ ഗോമതിക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം ഗോമതിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങൾ അറ്റവും മൂലയൊക്കെ ആയിട്ട് മണത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോമതിക്ക്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുശ്രീ ആണെങ്കിൽ നേരെ ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛാ, എൻ്റെ പൊന്നച്ഛനല്ലേ അച്ഛാ, അമ്മയില്ലാത്ത ഈ വീട്ടിൽ ഒരു മിനിറ്റ് പോലും നേരം പോലും നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അച്ഛ ഒന്ന് വിളിച്ചിട്ട് വാ അമ്മേനെ, ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ. അച്ഛൻ ഇപ്പോഴും ശ്രീമംഗലം എന്നല്ല, സോറി, കൃഷ്ണമംഗലംകാരെ കുറ്റം പറയുന്നുണ്ടല്ലോ.
അമ്മേനെ ഇറക്കി വിട്ട സമയത്ത് അമ്മയ്ക്ക് പോകാൻ ഒരിടമില്ലായിരുന്നെങ്കിൽ അമ്മ എവിടെ പോയേനെ? അമ്മ വല്ല കടുങ്കയും ചെയ്തെങ്കിൽ ഇപ്പം അച്ഛനെ ഇതുപോലെ നിൽക്കുമായിരുന്നോ? ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതായിരുന്നു ശ്രീ. എന്ത് പറയിപ്പിക്കാനാ? ഇതിൽ കൂടുതലൊന്നും പറയിപ്പിക്കാനില്ല. അച്ഛൻ്റെ ഒരു വൈരാഗ്യവും വാശിയും ദേഷ്യവും ഇതൊക്കെ കൊണ്ട് തന്നെ അമ്മ സത്യങ്ങളൊന്നും അച്ഛനോട് പറയാതിരുന്നത്. അത് അച്ഛൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഓ, അപ്പം നീയും ഗോമതിയുടെ കൂട്ടത്തിൽ തന്നെയാണല്ലേ? അല്ല, ഈ സത്യങ്ങളൊക്കെ നിനക്കും അറിയാമായിരുന്നെന്ന് തോന്നുന്നു. ശരിയാണോ? എൻ്റെ പൊന്നച്ച, എനിക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാനൊരു വാസ്തവം പറഞ്ഞത് മാത്രമാണ്. ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ മിത്ര ചേച്ചിയുടെ ജീവിതം എന്തായി തീരുന്നേരെ? ഈ മിത്ര ചേച്ചി വേറെ ആരും അല്ലല്ലോ, അപ്പച്ചിയുടെ ആങ്ങളയുടെ മോളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും രക്തബന്ധം അത് അറുത്ത് കളയാൻ പറ്റുന്ന ഒന്നാണോ? ദേ നോക്കിക്കേ, എൻ്റെ ജീവിതം തകരുന്നത് ആര്യേട്ടനോ അതുപോലെ തന്നെ ആകാശേട്ടനോ ആർക്കെങ്കിലും സഹിക്കുവോ? അതുപോലെയൊക്കെ തന്നെയല്ലേ മിത്രേച്ചിയുടെ ജീവിതം തകരുന്നത് അമ്മയ്ക്ക് സഹിക്കുവോ? അച്ഛനെ ഒരുപക്ഷെ ആ ഒരു സമയത്ത് വിളിക്കാൻ ഒരു ധൈര്യം വന്ന് കാണില്ല. അത് അച്ഛൻ്റെയും കൂടെ കുറ്റമാണ്. നിർത്ത്, ഇനി എന്നോട് ഒന്നും മിണ്ടണ്ട, മാറിപ്പോക്കോ. നിന്റെ ഒന്നും ഒരു ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഗോമതി പോലും അവൾ ഇങ്ങോട്ടേക്ക് കാല് കുത്തണമെങ്കിലേ അവൾ എന്നോട് വന്ന് മാപ്പപേക്ഷിച്ച് എൻ്റെ കാലിൽ വന്ന് വീണ് കരയണം. അല്ലാതെ അവളെ ഞാൻ ഇവിടെ കയറ്റത്തില്ല. അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം അനുശ്രീയുടെ മനസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ ഓടിയെത്തുകയാണ്. എങ്ങനെയെങ്കിലും ആര്യനെ ചാക്കിലാക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പം ആര്യനെയല്ല, സോറി, അലോഹിനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് വെളിയിലൊന്ന് ചാടിക്കണം. അങ്ങനെ അലോഹിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോയെന്നറിയില്ല. കിട്ടുവാണെങ്കിൽ അതുകൂടെ എടുക്കണം എന്നൊക്കെ ഓർത്ത് തന്നെ അലോഹിൻ്റെ അടുത്തേക്ക് പോകാനൊരു തീരുമാനം നമ്മുടെ അനുശ്രീ എടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ തീരുമാനം എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അലോഹാണെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് മുട്ടി നിൽക്കുകയാണ്. മാത്രമല്ല സ്വത്തെല്ലാം കൂടെ എഴുതി മേടിച്ചിട്ട് വേണം പുള്ളിക്കാരന് കല്യാണം കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ആകാശിനെ കിടന്ന് ബ്രെയിൻ വാഷ് ചെയ്തു ഒരു പരിധിയാക്കാണ് കേട്ടോ. ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ വെറും ബ്രെയിൻ വാഷ് ഒന്നുമല്ല, ഒരൊന്നൊന്നര ബ്രെയിൻ വാഷാണ്. അതുകൊണ്ട് മോനെ, ഇപ്പം അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ വേറെ ആരുമല്ല, നിന്റെ അച്ഛൻ തന്നെയാണ്. നിന്റെ അച്ഛനെ ആരോടാണോ സ്നേഹം? അവനില്ലേ, ദേവിയുടെ കെട്ടിയവൻ ദേവി, അവരുടെ കുടുംബക്കാരോടും മാത്രമേ സ്നേഹമുള്ളൂ, അല്ലാതെ വേറെ ആരോടും നിന്റെ അച്ഛന് സ്നേഹമില്ല. അതുകൊണ്ടാണല്ലോ അവരെ വെച്ച് കയറ്റി പൊറപ്പിച്ച് അവിടെ താമസിപ്പിക്കുന്നത്. ആനന്ദിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളോട് സ്നേഹമുണ്ട്. ആ ദേവിയോട്, ദേവിയാണെങ്കിലോ അതുപോലത്തെ തന്നെ സ്വഭാവമുള്ള ഒരുത്തി. അന്ന് വന്നപ്പോൾ അവളുടെ സ്വഭാവം ഞാൻ കണ്ടതാ. ഇപ്പം കണ്ടല്ലോ, അവളുടെ അച്ഛനെ കയറ്റി ഇരുത്തുന്നതിന് നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇതിനർത്ഥം എന്താ? മോൻ ഒരു വിലയും അവിടെ ഇല്ലെന്ന്. അതാ ഞാൻ പറയുന്നത്, ഇവരുടെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിലേ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഇടണം, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്. ഈ ബാലൻ പഠിക്കട്ടെ, നിനക്കും വിലയുണ്ടെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ആകാശാണെങ്കിൽ ആകാശത്താണോ നിലത്താണോ എന്ന് അറിയത്തില്ല, ആ ഒരവസ്ഥയിലാണ്. പക്ഷെ മീനാക്ഷിക്ക് കുറച്ച് ബോധവും വിവരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മീനാക്ഷി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കൂട്ടി ചേർത്തൊരു വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഒത്തിരി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ കഥയും നമുക്ക് ഇടണമല്ലോ. ഇത് രണ്ടും കൂടെ തൊട്ടടുത്തടുത്തായതുകൊണ്ട് പെട്ടെന്ന് ഒരു കഥ ഇട്ടിട്ട് വേണം അടുത്ത കഥ ഇടാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. പിന്നെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏതായാലും കമൻറ്റിലൂടെ സജഷൻസ് ഒക്കെ അറിയിക്കണം കേട്ടോ. കമൻറ്റ് ഇടുക, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം. ടാറ്റാ, ബൈ ബൈ.